Srimati Indira Gandhi is the real and only architect of India post-independence and until her demise. ഇതൊരു പൗരനെന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്സ്, അതിൻ്റെ റിസൾട്ട്, ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാ. അട്രിബ്യൂഷൻ, സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം. എനിക്ക് ആ ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ. എൻ്റെ ശത്രു പാർട്ടിയാണ്, എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഇത് തെറ്റാവുന്നത്? സുരേഷ് ഗോപിയുടെ വാക്കുകളാണിത്. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സൃഷ്ടിച്ച, ഇന്ത്യയെ വളർത്തിയെടുത്ത ഏക ആർക്കിടെക്ട്, ഒരേ ഒരാൾ, അത് ഇന്ദിരാഗാന്ധി മാത്രമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയെ ഈ നിലയിൽ എത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ, ഒരു ദേശീയ നേതാവ് ഉണ്ടെങ്കിൽ, അത് ഇന്ദിരാഗാന്ധി മാത്രമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. നേരത്തെ സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതൊരു ദേശീയ വാർത്തയായി മാറി. RSSും BJPയും പ്രത്യക്ഷമായി തന്നെ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യ മൊത്തം അതൊരു വാർത്തയായി മാറിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒരു തിരുത്ത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും മാധ്യമങ്ങളെ കണ്ടത്. ആ വാർത്താ സമ്മേളനം എന്ന് പറയാൻ കഴിയില്ല, ഒരു സ്വീകരണ യോഗത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ്. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനൊന്നും അവസരമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏകപക്ഷീയമായി പറയുന്നു, പോകുന്നു, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു വിശദീകരണം നൽകുകയാണ് ചെയ്തത്. ആ വിശദീകരണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കേട്ടത്. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് കടുകിട പിറകോട്ട് പോകാൻ തയ്യാറായിട്ടില്ല സുരേഷ് ഗോപി എന്ന്. ഇതിൽ വളരെ നിർണായകമായ മറ്റൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് RSSും BJPയും ഈ പ്രസ്താവനയിൽ ഇത്രമാത്രം അസ്വസ്ഥരാകുന്നത് എന്നല്ലേ? ഒന്ന്, ഭാരത് മാതാവായി ഇന്ദിരാഗാന്ധിയെ ഉയർത്തി കാണിച്ചു എന്നതിലാണ്. അത് പറഞ്ഞത് തിരുത്താൻ, അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അത് കോൺഗ്രസിന്റെ മാതാവാണ് എന്ന രൂപത്തിലാണ് ഞാൻ സംസാരിച്ചത് എന്നാണ് പിന്നീട് നൽകിയ വിശദീകരണം. അങ്ങനെ വിശദീകരിക്കുന്ന ഘട്ടത്തിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആർക്കിടെക്ട്, അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയാൻ, എന്ന് വെച്ചാൽ ഇന്ത്യ നിർമ്മിച്ചെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരേയൊരു നേതാവ് അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയുന്നതിൽ വലിയ അസ്വസ്ഥത BJP നേതാക്കളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, തിരുത്തിയില്ല. മറ്റൊന്ന്, തിരുത്താൻ വേണ്ടി വീണ്ടും മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ വീണ്ടും ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തി എന്ന്. ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ സമരം നടത്തിയ സംഘടനയാണ് RSS. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ സമരം നടത്തിയ സംഘടനയാണ് RSS. അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം RSS ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ ശത്രുപക്ഷത്ത് തന്നെയാണ് എല്ലാ കാലത്തും RSS നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിയാണ് സുരേഷ് ഗോപി സംസാരിച്ചത് എന്നത് RSSൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാളും ഉപരി ഇന്ത്യയിൽ BJP സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്, വാജ്പേയി സർക്കാർ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, 10 വർഷം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയെ കൂടി തള്ളിപ്പറയുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി നരേന്ദ്രമോദിയെ തന്നെ തള്ളിപ്പറയുന്നു. നരേന്ദ്രമോദി 10 വർഷം ഇന്ത്യ ഭരിച്ച് ഇന്ത്യ സമ്പന്നമായി മാറി, ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. നരേന്ദ്രമോദി വിശ്വഗുരുവായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ലോകം ഇന്ത്യയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ലോകരാഷ്ട്രങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യ ലോകത്തിലെ തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുണ്ട് എന്നൊക്കെ BJP നേതാക്കളും RSS നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി പറയുന്നത് ഇന്ത്യയുടെ സ്രഷ്ടാവ്, അല്ലെങ്കിൽ ഇന്ത്യ ഇതുപോലെ വളർത്തിയെടുത്തതിൽ നിർണായക പങ്ക് വഹിച്ച ഒരേയൊരു നേതാവേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിന് ശേഷം, അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന്. അപ്പോൾ വാജ്പേയി എവിടെ? നരേന്ദ്രമോദി എവിടെ? നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം എവിടെ? ഇപ്പോൾ അദ്ദേഹം 3ാം തവണ അധികാരത്തിലേറുന്നു. ആ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമാണ്. അങ്ങനെ മന്ത്രിസഭയിൽ അംഗമായ സുരേഷ് ഗോപി തന്നെ സ്വന്തം പ്രധാനമന്ത്രിയെ തള്ളിപ്പറയുന്നു, നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു. അതാണ് BJPയെയും RSSനെയും അത്രമാത്രം അസ്വസ്ഥമാക്കുന്നത്. സ്വാഭാവികമായും ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും. ഭാരതാംബ ആര് എന്ന ചോദ്യത്തിന്
ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന RSS നേതാക്കൾ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. RSS നേതാവും BJPയുടെ സംഘടനാ ജോയിന്റ് സെക്രട്ടറിയുമായ സംസ്ഥാന സംഘടനാ ജോയിന്റ് സെക്രട്ടറിയുമായ സംഘടനാ സെക്രട്ടറിയാണ്. പ്രധാനപ്പെട്ട RSSന്റെ ആളുകൾ മാത്രം എപ്പോഴും ഇരിക്കുന്ന ഒരു പദവിയാണ് സംഘടനാ സെക്രട്ടറിയുടെ. ആ സംഘടനാ ജോയിന്റ് സെക്രട്ടറിയായ RSS നേതാവ് കൂടിയായ K. സുഭാഷ് കണ്ണോത്ത് RSSന്റെ സങ്കല്പത്തിലുള്ള RSS എല്ലാ കാലത്തും പ്രദർശിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും പ്രദർശിപ്പിക്കുന്ന ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയല്ല ഭാരത് മാതാവ് എന്ന്. പരസ്യമായിട്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്, പരസ്യമായിട്ടാണ് പ്രതികരണം ഉണ്ടായത്. കേരളത്തിലെ BJP നേതാക്കൾക്കും RSS നേതാക്കൾക്കും ഒരു അസംതൃപ്തിയുണ്ട്. പക്ഷേ തുടക്കമായതല്ലേ ഉള്ളൂ സുരേഷ് ഗോപി, അതുകൊണ്ട് തൽക്കാലം പോകട്ടെ എന്ന നിലപാടാണ്. എത്രത്തോളം പോകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികകാലം ഒന്നും പോകില്ല എന്ന് RSSന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി ഇങ്ങനെയാണെങ്കിൽ അധികകാലം പോകില്ല എന്ന്. കാരണം RSSന്റെയും BJPയുടെയും ആധാരശിലയാണ് ഭാരത് മാതാ കി ജയ്, ഭാരതം എൻ്റെ അമ്മയാണ് എന്ന സങ്കല്പം. ആ സങ്കല്പത്തെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത്. ഭാരത് മാതാവ് എന്ന് പറയാൻ പറ്റുന്ന നേതാവ് അത് മറ്റാരുമല്ല ഇന്ദിരാഗാന്ധിയാണ് എന്ന്. ഭാരത് മാതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ RSS നേതാക്കൾ ഇനി ഭാരത് മാതാ ഇന്ദിരാഗാന്ധി കി ജയ് എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും അത്തരം ഒരു ദയനീയാവസ്ഥയിലേക്ക് RSS പോകുമെന്ന് കരുതാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും തെറിക്കുക? സുരേഷ് ഗോപി തന്നെ തെറിക്കും. അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു മൂക്ക് കയറിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം സുരേഷ് ഗോപിക്കെതിരെ BJPക്കകത്ത് RSSനകത്ത് ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് സുഭാഷ് കണ്ണോത്തിന്റെ പോസ്റ്റ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെയും വാജ്പേയിയും തള്ളിപ്പറഞ്ഞ, വാജ്പേയി പോകട്ടെ, പക്ഷേ നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. അത് തന്നെയാണ് വലിയ പ്രശ്നം. താൽക്കാലികമായി തൃശ്ശൂരിൽ ജയിച്ചു വന്ന ഒരു ഗ്ലാമർ ഉണ്ട് സുരേഷ് ഗോപിക്ക്. ആ ഗ്ലാമർ അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. യഥാർത്ഥ സംഘടനാ പ്രവർത്തനത്തിലേക്കും മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലേക്കും ഒക്കെ വരുമ്പോൾ അത് എത്രമാത്രം നിലനിൽക്കും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ അണികളുടെ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട്. കാരണം ആദ്യമായി പാർലമെന്റിലേക്ക് കേരളത്തിൽ ജയിച്ചു വന്ന BJP നേതാവ്, താമര വിരിയിച്ച BJP നേതാവ് എന്നൊക്കെയുള്ള ഒരു പരിവേഷം ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ട്. അതിൽ അണികൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പിറകെ ഉണ്ട് താനും. എന്നാൽ എല്ലാ കാലത്തേക്കും അതുണ്ടാക്കാൻ സാധ്യതയില്ല എന്നതാണ് RSSന്റെയും BJPയുടെയും നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം. RSSന്റെ ഒരു നേതാവ് BJPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, സംഘടനാ ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ ഇട്ട പോസ്റ്റും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എന്തായാലും ഇതിൽ സന്തോഷിക്കുന്ന മറ്റൊരു നേതാവുണ്ട് കേരളത്തിൽ. സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനകളിൽ സന്തോഷിക്കുന്ന നേതാവ് V. മുരളീധരനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ആ കേന്ദ്രമന്ത്രി കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാനും സുരേഷ് ഗോപി തയ്യാറായിട്ടുണ്ട്. രാജഗോപാൽ വരെയുള്ള മന്ത്രിമാരെ മാത്രമേ അദ്ദേഹം സ്നേഹിക്കുന്നുള്ളൂ, അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി കണക്കാക്കുന്നുള്ളൂ. അതിനുശേഷം വന്ന V. മുരളീധരൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. രാജഗോപാൽ വരെ എന്ന് പറഞ്ഞതോടുകൂടി V. മുരളീധരന്റെ ഒരു പേര് പോലും എവിടെയും ഉദ്ധരിക്കാനോ അത് പറയാനോ സുരേഷ് ഗോപി തയ്യാറായില്ല എന്നതും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു വികാരം കേരളത്തിൽ RSS മേഖലയിലും BJPക്കകത്തും ഉയർത്തിക്കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ V. മുരളീധരൻ സന്തോഷത്തിലാണ്. എന്നെ മാത്രമല്ലല്ലോ നരേന്ദ്രമോദിയെ തള്ളിക്കളഞ്ഞില്ലേ, എന്നെ മാത്രമല്ലല്ലോ വാജ്പേയിയെ തള്ളിക്കളഞ്ഞില്ലേ എന്ന സന്തോഷം ഇപ്പോൾ V. മുരളീധരന്റെ മുഖത്ത് കാണാൻ കഴിയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ, ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തന രീതി എങ്കിൽ RSSന് BJPക്ക് സുരേഷ് ഗോപിയെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി അവസാനിക്കാനാണ് സാധ്യത.